ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് സാമ്പാർ എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യമായി വെജിറ്റബിൾസ്, നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം. ഞാനിവിടെ ഇതിലേക്ക് വെള്ളരിക്ക, വഴുതനങ്ങ, ഉരുളക്കിഴങ്ങ്, ചേന, ചേമ്പ്, കായ, തക്കാളി, അമരയ്ക്ക അല്ലെങ്കിൽ പയറെടുത്താൽ മതി. ഞാനിവിടെ പയറാണ് എടുത്തേക്കുന്നത്. മത്തങ്ങ, മുളക്, പടവലങ്ങ, വഴുതനങ്ങ, ഉള്ളി, കൊച്ചുള്ളിയാണ് എടുത്തേക്കുന്നത്. ആദ്യമായി നമുക്ക് തൊമര കഴുകി വൃത്തിയാക്കണം. ഞാനിവിടെ തൊമര എടുത്തിട്ടുണ്ട്. പിന്നെ കൊച്ചുള്ളി, പച്ചക്കറി. ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയ തൊമര ചേർത്ത് കൊടുക്കുന്നു. പിന്നീട് നമുക്ക് ഇതിലേക്ക് പച്ചക്കറികൾ, അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇത്രയും തൊമര എടുത്തിട്ടുള്ളൂ. പച്ചക്കറിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം നമ്മൾ തൊമര ചേർത്ത് കൊടുക്കാൻ. ഇത്രയും പച്ചക്കറിക്ക് ഇത്രയും തൊമര. പിന്നെ കൊച്ചുള്ളി, സാമ്പാറിന് ടേസ്റ്റ് നൽകാൻ കൊച്ചുള്ളിയാണ് കുറച്ചുകൂടി നല്ലത്. നമുക്ക് വേണമെങ്കിൽ സവാളയും ചേർത്ത് കൊടുക്കാം, എന്നാൽ കൊച്ചുള്ളിയാണ് കുറച്ചുകൂടി നല്ലത്. ഇനി നമുക്കിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി. നമുക്കിനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ഉപ്പ്. പിന്നെ കായപ്പൊടി, ഒരു സാമ്പാറിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കായപ്പൊടി. നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ സാമ്പാർ പൊടി ഞാനിവിടെ 2 ഘട്ടമായിട്ടാണ് സാമ്പാറിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ 1 സ്പൂൺ സാമ്പാർ പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി. പിന്നെ വെള്ളം ആവശ്യത്തിന്. എല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് കുക്കർ അടച്ച് നമുക്ക് വേവിക്കാം. വിസിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. കുക്കർ അടച്ച് നമുക്ക് വിസിലിട്ട് വേവിക്കാം. ഒരു 3-4 വിസിൽ മതി സാമ്പാർ വേവാൻ. ഇപ്പോൾ ഇവിടെ 3-4 വിസിൽ വന്നു കഴിഞ്ഞു. നമുക്കിനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. തൊമരയും വെജിറ്റബിൾസും എല്ലാം നന്നായി വെന്തു. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും പുളിവെള്ളവും ചേർത്ത് കൊടുക്കാം നമുക്ക്. പിന്നീട് ഇത് നന്നായി തിളപ്പിക്കണം. സാമ്പാർ അടപ്പ് തുറന്ന് വെച്ചിട്ട് വേണം സാമ്പാർ നന്നായി തിളപ്പിക്കാൻ. സാമ്പാർ നന്നായി തിളപ്പിക്കുക. നമുക്ക് ഇനി മറ്റൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് വറക്കാം. ആദ്യം ഞാനിവിടെ പാൻ വെച്ചു, എണ്ണ ഒഴിച്ചു. അതിലേക്ക് കടുക് ഇടുക. പിന്നെ ഇതിലേക്ക് നമുക്ക് കൊച്ചുള്ളി അരിഞ്ഞതും വറ്റല മുളകും കരിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വറ്റല മുളക് എടുത്തിട്ടില്ല, കരിവേപ്പിലയും കൊച്ചുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുത്തു. നന്നായി കാരമലൈസ് ചെയ്യുക. സാമ്പാറിന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയ ടിപ്പാണ്. അതായത് സാമ്പാർ വെന്ത് കഴിയുമ്പം, അതായത് 3 to 4 വിസിൽസ് വെച്ച് കഴിഞ്ഞ് സാമ്പാർ വെന്ത് കഴിഞ്ഞ് കുക്കർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് സാമ്പാർ പൊടിയും പുളിവെള്ളവും പിഴിഞ്ഞൊഴിക്കണം. സാമ്പാർ പൊടിയും പുളിവെള്ളവും ചേർത്ത് കഴിഞ്ഞ് സാമ്പാർ നന്നായി തിളച്ചതിന് ശേഷം വേണം കടുക് വറുത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് സാമ്പാറിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ സാമ്പാർ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇനി പുതിയ വീഡിയോയുമായി, പുതിയ റെസിപ്പിയായി അടുത്ത വട്ടം കണ്ടുമുട്ടാം. താങ്ക് യു.